ചോദ്യം: മയ്യത്തിനെ മറമാടിയതിനു ശേഷം തൽഖീനാണോ തസ്ബീത്താണോ ആദ്യം വേണ്ടത്? തസ്ബീത്തിന്റെ വാചകമായി ഇന്ന് ചൊല്ലപ്പെടുന്ന പദങ്ങൾ ഹദീസിൽ വന്നതാണോ? ഉത്തരം: മയ്യത്തിന് മറവ് ചെയ്ത് പൂർണ്ണമായതിനു ശേഷമാണ് തൽഖീൻ സുന്നത്തുള്ളത്. തൽഖീൻ ചൊല്ലിയ ശേഷമാണ് തസ്ബീത്ത്. ഖബറിൽ മലക്കുകളുടെ ചോദ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൽഖീനിലൂടെ ഉത്തരം ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് സ്ഥിരത നൽകണമേ എന്ന പ്രാർത്ഥനയാണ് തസ്ബീത്ത്. മയ്യത്തിന് സ്ഥിരത ലഭിക്കുന്നതിന് അറിയിക്കുന്ന ഏത് പദം ഉച്ചരിച്ചാലും തസ്ബീത്തായി. പണ്ട് മുതൽക്കേ സുന്നികൾ തൽഖീൻ ചൊല്ലി മയ്യത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്ത ശേഷം അൽ ഫാത്തിഹ വിളിച്ച് കൂട്ടപ്രാർത്ഥന നിർവഹിക്കും. മയ്യത്ത് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സ്ഥിരത ലഭിക്കാനുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന തസ്ബീത്താണ്. പുത്തൻവാദികളാണ് തസ്ബീത്തിന്റെ സമയത്തിന് മുമ്പേ അത് ചൊല്ലി യഥാർത്ഥ സമയമാകും മുമ്പേ നിർത്തുന്ന ഏർപ്പാട് കൊണ്ടുവന്നത്. മൂടുകല്ലുകൾ വെച്ച ഉടനെ തൽഖീനിന്റെ മുമ്പ് തസ്ബീത്ത് ചൊല്ലിയാൽ അടിസ്ഥാന സുന്നത്ത് ലഭിക്കുമെങ്കിലും പൂർണ്ണത ലഭിക്കില്ല. സുന്നികൾ അങ്ങനെ ചെയ്താലും തൽഖീനിന് ശേഷം കൂട്ടുപ്രാർത്ഥനയോടെ തസ്ബീത്ത് യഥാർത്ഥ സമയത്ത് നിർവഹിക്കുന്നുണ്ട്. തസ്ബീത്തിന്റെ വാചകങ്ങളായി ഇന്ന് ചൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന 5 വാക്യങ്ങൾ ഹദീസിൽ വന്നതല്ല, സുന്നികൾ ക്രോഡീകരിച്ചതാണ്. തൊട്ടതിനെല്ലാം ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്ന വഹാബികൾ എങ്ങനെ തസ്ബീത്തിന്റെ വാചകങ്ങൾ ചൊല്ലും? ചോദ്യം: വീടിന്റെ അടുക്കള, കക്കൂസ്, കുളിമുറി എന്നിവ കന്നിമൂലയിലാവരുതെന്ന് നാട്ടുവർത്തമാനമുണ്ട്. എന്തു പറയുന്നു? ഉത്തരം: നജസ്, അഴുക്ക് എന്നിവ എപ്പോഴും ഉണ്ടാകുന്ന കക്കൂസ്, കുളിമുറി, അടുക്കള എന്നിങ്ങനെയുള്ളത് വീടിൻ്റെ കന്നിമൂലയിൽ ആവുന്നത് ഗുരുതരമായ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് തച്ചുശാസ്ത്ര പണ്ഡിതർ പറയാറുള്ളതും നമ്മുടെ പണ്ഡിതർ അത് സ്വീകരിച്ചിട്ടുള്ളതുമാണ്. ചോദ്യം: മരിച്ച പിതാവിൻ്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആൺമക്കളുടെ പകുതി പെൺമക്കൾക്ക് എന്ന രീതിയിലാണല്ലോ നിയമം. എന്നാൽ മരിച്ച ഉമ്മയുടെ അനന്തര സ്വത്ത് ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമാണെന്ന് പറയപ്പെടുന്നു. വസ്തുതയെന്ത്? ഉത്തരം: മരണപ്പെട്ട ഉപ്പയുടെ അനന്തര സ്വത്തായാലും ഉമ്മയുടേതായാലും ആൺമക്കളുടെ പകുതിയാണ് പെൺമക്കൾക്കുണ്ടാവുക. ജീവിതകാലത്ത് മാതാപിതാക്കൾ മക്കൾക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ രീതിയിൽ നൽകൽ സുന്നത്തുണ്ട്. വ്യത്യാസം കാണിക്കൽ കറാഹത്താണ്. ചോദ്യം: മൂത്രത്തിൽ തുപ്പുന്നത് മൂലം പല്ല് മഞ്ഞ നിറമാകാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു. ശരിയാണോ? ഉത്തരം: അതെ. മൂത്രത്തിൽ തുപ്പുന്നത് പല്ല് മഞ്ഞ നിറമാകാൻ കാരണമാകുമെന്ന് മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാനത്തിലും മറ്റും അത് കാണാം. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നത് നല്ലതല്ല. അത് മറവിയുണ്ടാകാൻ കാരണമാകും. ചോദ്യം: സ്ത്രീ പ്രസവിച്ചത് ആൺകുട്ടിയാണെങ്കിൽ 40 കുളി 39-ാം ദിവസം കുളിക്കണമെന്ന് പറയപ്പെടുന്നു. നാട്ടുവർത്തമാനം അടിസ്ഥാനമുള്ളതാണോ? ഉത്തരം: 40 കുളി എന്ന ഒന്ന് തന്നെ മതപരമായി ഇല്ല. സാധാരണ സ്ത്രീകൾക്ക് പ്രസവരക്തമുണ്ടാകൽ 40 ദിവസമാണ്. പ്രസവരക്തം മുറിഞ്ഞാൽ നിയത്തോടെ കുളിച്ച് നിസ്കരിക്കണം. ഏറ്റവും ചുരുങ്ങിയ നിഫാസ് 1 സെക്കൻഡ് സമയമാണ്. അത്തരം സ്ത്രീകൾ രക്തം മുറിഞ്ഞ ഉടനെ കുളിച്ച് നിസ്കരിക്കണം. 40 കുളി എന്ന പേരിൽ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. നിഫാസ് മുറിഞ്ഞ ഉടനെ കുളിക്കുക. കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇത് തന്നെ വിധി.